ഇന്ത്യക്കകത്ത് വളരെ റെയർ ആയിട്ടൊക്കെ ബ്രീഡ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ഗ്ലാസ് ടാങ്കിൽ തന്നെ കിടന്ന് ബ്രീഡ് ആയ കേസൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നാച്ചുറൽ പോണ്ടിലും ബ്രീഡ് ആവുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ ഇങ്ങനെ വളരെ ആരും അങ്ങനെ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് വർഷങ്ങളുടെ എഫോർട്ട് വേണ്ടി വരും ഇവരെന്ത് ചെയ്യുക, നമുക്ക് ബ്രീഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ആരും അങ്ങനെ വലിയ രീതിയിൽ മുതിരാറില്ല. ചെയ്യുന്നവർക്ക്, ട്രൈ ചെയ്യുന്നവർക്ക് അത്രയും ടൈം, അത്രയും വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർക്ക് നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഈ അരോണ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് വളർത്താൻ ആഗ്രഹിക്കുന്നവർ അത്യാവശ്യം ഈ ഫിഞ്ചി കോൺസെപ്റ്റിൽ തന്നെ വരുമ്പോൾ ഒരു നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വയ്ക്കുക എന്നുള്ളതൊക്കെയാണ് അവരുടെ കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അതിനൊക്കെ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും വീട്ടിലോട്ടൊക്കെ കയറി വരുമ്പോൾ ആൾക്കാർ കാണത്തക്ക രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യുക, നമുക്ക് വരേണ്ട നെഗറ്റീവ് എനർജി ഇവർ അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിന്റെ ബാക്കിലേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ഒരു ഓഫീസിലോട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ നെഗറ്റീവ് എനർജി കുറയും എന്നുള്ളതാണ് ഈ ഫിഞ്ചി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. പിന്നെ ഈ അരോണ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭയങ്കര രീതിയിൽ സൈസ് കയറുന്ന, സൈസ് അച്ചീവ് ചെയ്യുന്ന നമ്മൾ ഗ്ലാസ് ടാങ്കിലൊക്കെ വളർത്തുമ്പോൾ ഏകദേശം ഒരു 3 feet ഒക്കെ സൈസ് കയറും. വൈൽഡ് കണ്ടീഷനിൽ 5 feet വരെയൊക്കെ സൈസ് കയറുന്ന വെറൈറ്റീസ് ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യമുള്ള ഒരു ടാങ്ക് തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും.